ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനും സുഖമായിരിക്കുകയാണ്. പ്രവനോക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും GS പാഠശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലെ പ്രവിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്ന അന്ന് ഡോക്ടർ നമ്മൾ ചെക്കപ്പ് അവനെ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച സ്കൂളിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരാഴ്ചത്തെ കാര്യം പറഞ്ഞു. സ്കൂളിൽ വിട്ട് നോക്കാം, എന്തെങ്കിലും ഇൻഫെക്ഷനായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിടണ്ട, പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനാണ്, RCCയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്കൂളിൽ വിടുന്ന കാര്യം പിന്നത്തെ ചർച്ചയായിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡോക്ടറിൻ്റെ ടെസ്റ്റുകളൊക്കെ കിട്ടി. ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് കിട്ടിയത്. എക്സ്റേയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ടായിരുന്നു. ഞാൻ പേടിച്ചതുപോലത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ കാല്, സർജറി ചെയ്ത കാല് നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. അവൻ്റെ കാല് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടുപ്പല്ലിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ ആ കാല് എടുത്ത് മാറ്റിയതാണ്. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കാല് നമ്മൾ മുട്ട് വരെ എടുത്ത് മാറ്റി. എന്നിട്ട് മുട്ടാണ് നമുക്ക് ഇടുപ്പല്ലിൻ്റെ അവിടെ കാലിൻ്റെ പാദം തിരിച്ച് വെച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് ഓൾറെഡി നേരത്തെ ഒരു ഇൻഫെക്ഷൻ ആയതാണ്. ഒക്ടോബർ നവംബർ മാസത്തിലാണ് ആ ഇൻഫെക്ഷൻ ആയത്. അത് കഴിഞ്ഞ് ഡിസംബറിൽ നമ്മൾ ഒരു സർജറി കൂടെ ചെയ്യേണ്ടി വന്നു. തിരിച്ച് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാ സർജറി കഴിഞ്ഞ് 6 മാസമായി. ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഭാഗം ഒന്നും കൂടെ നോക്കി. അത് പ്രഭിനെ നമ്മളോട് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ നോക്കിയ സമയത്ത് ആ ജോയിൻറ്റിൻ്റെ അവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഭാഗം കുറേച്ചായിട്ട് തൊലിയൊക്കെ പോയി ഉള്ളിലോട്ട് പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി സർജറി ഡോക്ടർ മാത്രമേ എടുക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കീമോ ഡോക്ടറെയാണ് കാണിക്കുന്നത്, അതായത് പ്രഭിൻ്റെ ഡോക്ടർ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മെയിൻ ഡോക്ടർ. അപ്പോൾ നമുക്ക് സർജറിയുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാണിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം, കീമോ ഡോക്ടറെ കാണിക്കണം. അപ്പോഴേ ഡോക്ടർ കറക്റ്റായിട്ട് എന്താണെന്ന് പറയുള്ളൂ. അപ്പോൾ എന്തായാലും അവൻ്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയി. കുഴപ്പമൊന്നുമില്ല. അവന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആരോടും പറഞ്ഞില്ല, കാരണം അവന് സ്കൂളിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കണമെന്നൊക്കെ ഉള്ളത് ആഗ്രഹമായതുകൊണ്ട് അവൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് അവനത് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയായിരുന്നു. ഒറ്റയടിക്ക് ആ വീൽ ചെയറിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നില്ലേ അത്രയും മണിക്കൂർ. രാവിലെ 9 മണി മുതൽ, അതിനു മുമ്പ് പോയി 8:30 ആയപ്പോൾ 8:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ സമയം മുതൽ തിരിച്ച് വീട്ടിൽ വരുന്ന 4:30 മണി വരെ അവൻ ആ ഒരു പൊസിഷനിലാണ് ഇരുന്നിരിക്കുന്നത്. ഒന്നും കിടക്കാൻ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പറ്റാത്തതല്ല, അവിടെ അതിനുള്ള സൗകര്യമുണ്ട് സ്കൂളിൽ. പക്ഷെ അവനത് പോയിട്ടില്ല, കാരണം ഇരിക്കണം എന്നുള്ള ആ ഒരു വാശിയോടെ ഇരുന്നതാണ്. എന്തോന്നറിയില്ല, വന്നു കഴിഞ്ഞപ്പോൾ അവന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി അവൻ പറയുന്നത് ഞാൻ ഉച്ചവരെ പോകുന്നുള്ളൂ, ഉച്ചവരെ ഇരിക്കാമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള കാര്യം പിന്നെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിതാ ഇന്ന് മനുസാറിനെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇനി അവൻ്റെ ആ കാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാലിലെ ആ ഇൻഫെക്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അന്നത്തെ പോലെ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് വലിയ രീതിയിൽ പ്രോബ്ലം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സർജറി ചെയ്യേണ്ടി വരും. കാരണം പ്രഭിൻ്റെ ശ്രദ്ധ കുറവാണ് ഇതിന് കാരണം. ഇപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ വരാനും കാരണം അവൻ വീട്ടിലാരോടും പറഞ്ഞതുമില്ല. എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി അവന് തന്നെ ഒരു മടുപ്പായി കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് അവൻ്റെ ഒരു കാര്യം. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം, പക്ഷെ അവൻ എണീറ്റിട്ടില്ല. അവനതൊരു മടുപ്പ് പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കാരണം. അവന് ഹോസ്പിറ്റലിൽ പോകാനുള്ള മടി കാരണം കൊണ്ടാണ് അവൻ ഇതൊന്നും പുറത്ത് പറയാത്തത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം കറക്റ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആ കാലിൻ്റെ ആ പൊസിഷൻ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാവരും, ആ ജോയിൻ്റ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് എന്നെ കാണിക്കാൻ അവനൊരു മടിയാണ്. അതാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്.
പോകുമ്പോൾ നോക്കാം. ഇനി എന്താണെന്നുള്ളത് നോക്കാമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഇന്ന് എന്തായാലും ഡോക്ടറെ കാണുമ്പോൾ നല്ല വഴക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ ഇതിനു മുന്നേയും ഇത് ഇങ്ങനൊരു കാര്യം വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗത്ത് എപ്പോഴും നനവ് സംഭവിക്കുകയാണ്. വിയർപ്പിൻ്റെ ആയിട്ടും വെള്ളത്തിൻ്റെ നനവായിട്ടും നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല നനവ് സംഭവിക്കുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഡിഷ് വെച്ച് നമ്മൾ തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിനി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, വീണ്ടും RCCയിലേക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രവിൻ എണീറ്റില്ല. ഇനി പ്രവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, എണീപ്പിച്ച് നേരത്തെ പോകണം. സാർ 10 മണിക്കാണ് വരുന്നതെങ്കിലും നമ്മൾ നേരത്തെ പോയി ബുക്കൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം അല്ലേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വരാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ.